ശരിക്കും മലയാളികളുടെ അങ്ങനത്തെ ഫോട്ടോ തന്നെയാണോ അയക്കുന്നത്? അല്ലാതെ മലയാളികൾക്ക് വേറെ തന്നെ ഉണ്ടോ? ലോകത്തിലെ എല്ലാവർക്കും ഒരേപോലത്തെ കളർ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അല്ല പറ്റിക്കാനേ മലയാളികളുടെ അങ്ങനത്തെയാണോ? അല്ല പറ്റിക്കാനേ ഈ ഗൂഗിളിൽ നിന്നൊക്കെ ഫോട്ടോ എടുത്തിടില്ലേ? ഗൂഗിളിൽ നിന്നൊക്കെ ന്യൂഡ് ഫോട്ടോ ഒക്കെ എടുത്തിടില്ലേ? അതെങ്ങനെ ഇപ്പൊ എനിക്ക് മനസ്സിലാവാ? അവന്റെ സ്വന്താണോ അവൻ ഗൂഗിൾ? ഒരാളാണല്ലോ ഞാൻ അറിയാതെ വേറെ ഭാര്യമാരുണ്ട്. സൈഡിൽ എടിയുണ്ടോ? സീരിയസ് ആയിട്ട് പറയല്ലേ മിത്തോട് ദേഷ്യപ്പെടില്ലെന്ന് എനിക്ക് ഇങ്ങനെ അറിയാം. നമ്മള് കണ്ണൂർക്കാരാ, നമ്മൾ എടാവുള്ള ബന്ധാണ്. നിനക്ക് വന്നപ്പോഴേ ചേട്ടന്റെ അടുത്താണ് കേട്ടോ ഒരു ചായ. അങ്ങനെയല്ല എടി, എപ്പോഴെങ്കിലും നമ്മളൊന്ന് ഷൈൻ ചെയ്യട്ടല്ലേ. എനിക്ക് ഇങ്ങനെ പറയുമ്പോ ഇഷ്ടാവില്ല. പൊസസീവ്നെസ്. ഓള് ആഗ്രഹിക്കുന്നൊക്കെ സംഭവിക്കും. ഓളെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു അറിയോ? എന്നെ കിട്ടുവാന്നുള്ളത്. അവിടെ ഒന്നും എന്താ കൊച്ചിയിലെ പഠിക്കാൻ വന്ന പെൺപിള്ളേരൊന്നും പ്രശ്നമില്ല ഇങ്ങനെയൊക്കെ എന്നോട് തന്നെ പറഞ്ഞ ആൾക്കാരുണ്ട്. അങ്ങനെയാണോ? ഇല്ലല്ലേ, നിങ്ങൾ രണ്ടുപേരും കൂടി ആയതുകൊണ്ടല്ലേ വലിയ വന്നത്. അതെ, നിങ്ങൾ രണ്ടുപേരും കൂടി ഡയലോഗിന്റെ അടുത്ത് വരുന്ന ആക്ഷൻ ഒക്കെ മുദ്ര ശ്രദ്ധിക്കണം. അല്ല, രണ്ടുപേരും ഇങ്ങനെ സ്നേഹം കൂടുമ്പോൾ ചെയ്യുന്നത് എന്താണ്? കുടുംബം അല്ല, സ്നേഹം കൂടുമ്പം നമ്മൾ രണ്ടാള് ചെയ്യുന്നത് ആക്ച്വലി ചിലപ്പോ ഒച്ച വെച്ചിട്ടല്ലേ മിത്തേട്ടാ? അതല്ല, എന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാന്നറിയോ? അവന്റെ ഒറിജിനൽ ആണോ എനിക്ക് എങ്ങനെ മനസ്സിലാകും? അത് ശരിയാ, 100% ശരിയാ. പറയാൻ ഉദ്ദേശിച്ചതാ. പേജാന്ന് കണ്ടാലറിയാം. ഈ ന്യൂഡ് പിക്ചേഴ്സ് ഇപ്പൊ 1 ടൈം അയക്കുന്ന പിക്ചേഴ്സ് ഉണ്ടല്ലോ, അങ്ങനെ പ്രൈവറ്റ് പാർട്ടിന്റെ ഒക്കെ പിക്ചേഴ്സ് അയക്കുന്ന ഞരമ്പന്മാരുണ്ട്. ഇങ്ങനത്തെ വൃത്തിയായിട്ട് കുറെ മെസ്സേജ് എപ്പോഴും ഞാൻ അയച്ചാ, ഞാനെപ്പോഴും സംസാരമൊക്കെ മാറ്റിട്ട് എന്താ ചെയ്താ പറയടാ കള്ളാന്നൊക്കെ പറഞ്ഞു. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന 2 കപ്പിൾസ് ആണ് എന്നോടൊപ്പം ഉള്ളത്. ക്യൂട്ട് കപ്പിൾസ് ആണ്, എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പൊ നിങ്ങൾക്കും നല്ല ഫേവറേറ്റ് ആയിരിക്കും. മീറ്റ് ആൻഡ് മെറി. രണ്ട് കപ്പിൾ എവിടെ? ഒരു കപ്പിളല്ലേ ഉള്ളൂ. സോറി, 2 കപ്പിൾസ്, ഒരു കപ്പിൾസ്. അതെന്റെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു. ഗ്രാമർ. ഓക്കെ, പറയൂ. നമ്മൾ ഒരു കപ്പിൾസ് ആണ്. അത് ശരിയാ. ഞാനില്ല പെട്ടെന്ന് എക്സൈറ്റ്മെന്റ് കൂടി പോയിട്ട് എനിക്ക് തന്നെ മറന്നുപോയി. നമ്മള് കപ്പിൾ എന്ന് പറയുമ്പോ ഒരാളാണല്ലോ. ഞാൻ അറിയാതെ വേറെ ഭാര്യമാരുണ്ട്. സൈഡിൽ എടിയുണ്ടോ നോക്കട്ടെ. ഇല്ല, എവിടെയില്ല. ആദ്യം തന്നെ ചോദിക്കട്ടെ, ഭയങ്കര സുന്ദരനും സുന്ദരിയായിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഗ്ലാമർ ഇങ്ങനെ സൂക്ഷിക്കുന്നത്? എങ്ങനെയാണ് ഈ നല്ല ഡ്രസ്സിങ്ങും ഒന്ന് പറഞ്ഞു തരുമോ? സത്യം കേൾക്കണോ കള്ളം കേൾക്കണോ? സത്യം കേട്ടാ മതി. രാവിലെ നമ്മൾ എണീക്കുമ്പം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മള് കണ്ണ് തുറന്ന് എണീക്കണം. അപ്പം നമ്മുടെ വീട്ടില് സീരിയസ് ആയിട്ട് പറയല്ലേ മിത്തോട്ടാ? അതല്ലേ എന്നാ നീ പറയുന്നു കൊടുക്ക്. ഒന്നുമില്ലടി, നല്ല സന്തോഷായിട്ട് ഹാപ്പി ആയിട്ട് ഇരുന്നാ മതി. അപ്പൊ നമ്മളെ ബ്ലഡ് വെസൽസ് എല്ലാം ഇങ്ങനെ തുള്ളിച്ചാടും. അപ്പൊ ഇവിടെയൊക്കെ ബ്ലഷ് വരും. ഞാൻ ബ്ലഷ് ഇട്ടിട്ടില്ല, തുള്ളിച്ചാടും. കണ്ണാടിന്റെ മുമ്പിൽ ബ്ലഷ് ഇട്ടിട്ടില്ല. പക്ഷേ ഇല്ലേ, എപ്പോഴും പറയും മനസ്സ് നന്നായ മുഖം സൗന്ദര്യം മുഖത്തിൽ കാണിക്കും. അത് പക്ഷെ ഒരു കാര്യം പറയട്ടെ, നിങ്ങളെ മനസ്സിപ്പോ നമുക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് ചോദിക്കുന്ന. അതല്ല, അത് കോമൺ ആയിട്ടുള്ള ഒരു മറുപടിയാണ്. മനസ്സ് നന്നായ മുഖം നന്നായിട്ട് പ്രസന്റ്. സത്യ. ഇപ്പൊ എന്റെ മൈൻഡിൽ ഇപ്പൊ ഒന്നുമില്ല. എന്റെ മൈൻഡിൽ നിങ്ങൾ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ഒരു എക്സൈറ്റ്മെന്റ്. അപ്പം ബ്ലാങ്ക് ആയി നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഇത്രയും ഒരു പോസിറ്റീവ് എനർജി തോന്നുന്നു, ഒരു വൈബ് ഇല്ലേ. പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ് ഉള്ളത് കൊണ്ട് ചില സമയം ഇതൊക്കെ നെഗറ്റീവ് ആകും. നമ്മള് പോസിറ്റീവായി നിൽക്കണം. അല്ല, മീത്തേട്ടനാണെങ്കിൽ ഒരിക്കലും ഭയങ്കര ദേഷ്യപ്പെടാത്ത ഒരാളാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുന്നോണ്ടായിരിക്കും ഇത്ര സൗന്ദര്യം കൂടുതൽ. ദേഷ്യപ്പെടില്ലെന്ന് എനിക്ക് ഇങ്ങനെ അറിയാം.
നമ്മള് കണ്ണൂർക്കാരാ, നമ്മള് എടാപോള ബന്ധാണ്. കണ്ണൂരല്ലേ ഞാൻ. എനിക്ക് വന്നപ്പോഴേ ഇന്നത്തെ സമാധാനത്തിൽ അവള് പറഞ്ഞു 2 കപ്പിൾ. അപ്പോഴേ എനിക്ക് തോന്നി. ഇപ്പൊ പറയാം മീത്തയുടെ ഒരിക്കലും ദേഷ്യപ്പെടില്ല. അതെങ്ങനെ നിനക്കറിയാം? ഞാൻ 1-2 വട്ടം വിളിച്ചേരോ ഭയങ്കര ഒരു സ്നേഹത്തോടെയാണ്. അതിപ്പോ ഇവിടെ നിങ്ങള് തമ്മിൽ സംസാരമൊക്കെ ഉണ്ടായിരുന്നല്ലേ, അതിപ്പോ വിട്ടോട്ടാ. ഞാൻ ആദ്യം വിളിച്ചേര് പിന്നെ മിനിയ വിളിച്ചിട്ടാ സംസാരിച്ചേ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെയല്ല ആദ്യം പറഞ്ഞാൽ ഇത് മീത്താണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പക്ഷെ മെസ്സേജ് അയച്ചതൊക്കെ മീത്തേണ്ണാണെന്നല്ല ചേച്ചിയാന്ന് വിചാരിച്ചേ. സത്യം അല്ലെങ്കിൽ അവൾ വേറെ എന്തൊക്കെ സംസാരിക്കുന്ന ഉദ്ദേശിച്ചത്. അതുകൊണ്ട് പിന്നീട് അറിഞ്ഞത്. പിന്നെ ഈ സാരി നല്ല രസമുണ്ട്. ഇത് നമ്മളുടെ ഓൺ ബ്രാൻഡ് പാഞ്ചാലി വസ്ത്രന്റെ. നമ്മള് ഒരു ഓൺലൈൻ ബൊട്ടിക് ഉണ്ട് പാഞ്ചാലി വസ്ത്ര. ഇപ്പൊ ഒരു 1 year ആയല്ലേ മിത്തട്ട്? മണിയറിന്റെ സെലിബ്രേഷൻ, പാഞ്ചാലി വസ്ത്രം സെലിബ്രേഷൻ ആവാൻ നമ്മള് മറുനാടൻ മലയാളിനെയും നിങ്ങളെയും വിളിക്കുന്നുണ്ട്. നമ്മളെന്തായാലും വലിയൊരു ഡ്രീം ആയിരുന്നു നമ്മളുടെ ഒരു ഡിസൈനർ ബുട്ടീക്ക് തുടങ്ങണമെന്ന്, സാരി തുടങ്ങണമെന്ന്. പിന്നെയാണ് നമ്മൾ വന്നത്. കാരണം നിറി എന്ത് ഡ്രസ് ഇട്ടാലും ആൾക്കാർ ഏറ്റവും കൂടുതൽ സാരി ഒരു പ്രത്യേക രസം. സാരി ഇട്ടേണ്ട ഒരു ആനച്ചന്തം. അതല്ല ആനച്ചന്തം നമ്മൾ മൊത്തത്തില് പറയുന്ന ഒരു സ്റ്റൈലിങ്. അത് മാത്രമല്ല കമന്റ് വരും, ഈ വെള്ളിക്കൊട്ട് പോലത്തെ ഇവളെ കണ്ടിട്ട് എങ്ങനെ ആനന്ന് ഞാനെങ്ങനെ പറഞ്ഞു. അത് ഞാനാണല്ലോ തടി. അപ്പൊ ഞാൻ എങ്ങനെ പറഞ്ഞിട്ടായിരിക്കും എനിക്ക് കമന്റ് വരിക. അല്ല, അപ്പം മേരി സാരി കൊടുത്താൽ എല്ലാരും നോട്ട് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ സാരി ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്ത്. അത് നമ്മളോട് ഓൾറെഡി നമ്മൾ സോഷ്യൽ മീഡിയ ഉള്ളോണ്ട് കുറെ ആൾക്കാർ പെട്ടെന്ന് അത് അങ്ങ് അക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ടാണ് ചോദിച്ചപ്പോ കണ്ടേയില്ലല്ലോ എന്ന് പറഞ്ഞത്. നട്ടാൻ പൊടിക്കുന്ന കള്ളത്രം പറയും. ഇത് ഇവള് പറഞ്ഞു പാഞ്ചാലി വസ്ത്രം കേട്ടിട്ടുണ്ടോ? അന്നേരം പറഞ്ഞു പാഞ്ചാലി കേട്ടിട്ടുണ്ട് മഹാഭാരതത്തില്. മഹാഭാരതത്തില് അത് കേട്ടു. ഞാൻ പാഞ്ചാലി വസ്ത്രം നോക്കും എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ഇങ്ങനെയാണെന്ന് മതി. ഇനി ഉരുണ്ട് കളിക്കാണ് ആൾക്ക് നമ്മൾ ഇപ്പഴാ പറഞ്ഞു കൊടുത്തത് പാഞ്ചാലി വസ്ത്രം. അത് ശരി. പക്ഷെ നല്ല രസമുണ്ട്. ഞാൻ ഇനി നോക്കണം. സാരി ശ്രദ്ധിക്കാറുണ്ട്. മറ്റേ ഞാൻ നേരത്തെ ചോദിച്ചില്ല മെറൂണ് സാരി കളർ, അതെന്തൊരു ഭംഗിയാ ഇട്ടിട്ട് കാണാന്നറിയോ. ഇനി എല്ലാരോടും പറയണം സാരി മേടിക്കുമ്പോ പാഞ്ചാലി വസ്ത്ര ഇൻസ്റ്റയിൽ പോവാ, അല്ലെങ്കിൽ നമ്മളെ വെബ്സൈറ്റിൽ പോവാ. അത്യാവശ്യം പെട്ടെന്ന് തന്നെ നല്ല റീച്ച് ആയില്ലേ ആ ഒരു വസ്ത്രത്തിന്റെ ഒരു ക്വാളിറ്റി. എനിക്ക് തോന്നുന്നു ആ ഒരു മെറി സാരി എടുക്കുമ്പോ ആൾക്കാർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഇപ്പൊ ആൾക്കാർ എങ്ങനെ പറയുന്ന അറിയോ, സാരി ഓർഡർ ചെയ്യുമ്പം ചേച്ചി ഉടുത്ത സാരിയുടെ ഫോട്ടോ വേണ്ട, നിങ്ങൾ വേറെ കാര്യം നോർമൽ ആൾക്കാർ എടുത്ത ഫോട്ടോ ഉണ്ടെങ്കിൽ അയച്ചോ. അല്ല, അങ്ങനെ അവരെന്നാ ഉദ്ദേശിക്കുന്ന വെച്ചാൽ മെറി സാരി എടുത്തു കഴിഞ്ഞാൽ ഏതിട്ടാലും ഭംഗിയാണ്. അപ്പൊ നോർമൽ ആൾക്കാർ എടുക്കുമ്പോ അത് കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ അല്ല ഉണ്ട്. പക്ഷെ ചില ആൾക്കാർ അങ്ങനെ ചോദിക്കുന്നുണ്ട്. അതല്ല, അത് പക്ഷേ ഒന്നുമില്ല. സാരി എടുക്കുമ്പോൾ ഓരോരാൾക്ക് ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അപ്പോ മിരി എടുത്ത ആ വസ്ത്രം അങ്ങനെ അത് മറ്റൊരാൾ എടുത്തിട്ട് കാണുമ്പോ കുറച്ചുകൂടി ഭംഗിയാണെന്ന് വിചാരിച്ചു അവർക്ക് റിയൽ ആയിട്ട് കാണണം. അത് തന്നെ, അതാണ് ഞാൻ പറഞ്ഞു. എടുക്കുന്നതിന് കുറച്ച് ട്രിക്ക് ഉണ്ട്. അതേപോലെ എടുത്തു കഴിഞ്ഞാല് ആര് സാരി ഇട്ടാലും ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട്. എനിക്ക് സാരി ഉടുക്കാൻ ഇഷ്ടമാണ്. എന്നെ പക്ഷെ ഉടുക്കാൻ അറിയില്ല. എനിക്ക് പാഞ്ചാലിന്ന് വാങ്ങിയിട്ട് സാരി കൊടുക്കണം. എന്റെ കല്യാണത്തിനൊക്കെ നിങ്ങൾ എടുത്തുന്ന സ്പോൺസർ വീട്ടുകാർക്കെല്ലാം സ്പോൺസർ അല്ല, പൈസ വീട്ടുകാർക്ക് സ്പോൺസർഷിപ്പ് ഇല്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പക്ഷെ ചേച്ചിയെക്കാളും കൂടുതൽ എപ്പോഴും ചേട്ടനാണ് എന്താ വെച്ചാൽ ഡ്രസ്സിങ്ങിന് ഭയങ്കര ഒരു. നിനക്ക് വന്നപ്പോഴേ ചേട്ടന്റെ അടുത്താണ് കേട്ടോ ഒരു. അങ്ങനെയല്ല, എടി എപ്പോഴെങ്കിലും നമ്മളൊന്ന് ഷൈൻ ചെയ്യട്ടല്ലേ. ഞാൻ കുടുംബങ്ങലക്കാനല്ലേ ഒന്നിച്ച് ഭയങ്കര രസമായിട്ട് ചോദിക്കട്ടെ. നമ്മള് ഏട്ടനാണെങ്കില് ഫാഷൻ ഡിസൈനിങ് ഒന്നും പഠിക്കാത്തൊരാളാണ്. പക്ഷെ ഇത്രയധികം ഒരു ഡ്രസ് സെൻസ് കിട്ടണമെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയാ, ഒരു ഐഡിയ വേണം, ഒരു ക്രിയേറ്റിവിറ്റി വേണം. അതെങ്ങനെയാണ് വന്നത്? ശരിക്കും ഏട്ടനായിരുന്നു തുടങ്ങേണ്ടത്. മെറിയുടെ ആഗ്രഹമായിരുന്നു ബിസിനസ് തുടങ്ങണം. പക്ഷെ എല്ലാരും വിചാരിക്കുന്ന മെറി ഇടുന്ന സാരിയൊക്കെ മെറിയാണ് ആക്ച്വലി സെലക്ട് ചെയ്തത്. എല്ലാ സാരീസും സെലക്ട് ചെയ്തത് മെറി, എല്ലാ മീത്താണ്.
സമ്മതിച്ചു കൊടുക്കാം മിത്തേട്ടന്. കാരണം മിത്തേട്ടൻ എപ്പോഴും പറയും ഞാനെ സെലക്ട് ചെയ്യില്ല, ഞാനെ സെലക്ട് ചെയ്യില്ല, അല്ല നിങ്ങളെ സെലക്ട് ചെയ്യില്ല. അവര് ബൾക്കായിട്ട് നമുക്ക് ഫോട്ടോസ് അയച്ചു തരും. വെൻഡേഴ്സ് അപ്രൂവൽ ഞാൻ മെറീൻ്റെ അടുത്ത് എടുക്കും. അപ്രൂവല് എന്റെ അടുത്ത് എടുക്കാണ്ടല്ലേ നീ? ഓർഡർ പിന്നെ ആളല്ലേ, അപ്പൊ എന്റെ ഇഷ്ടമല്ലേ നിങ്ങൾ. പക്ഷേ ഇല്ലേ നമ്മള് ശരിക്കും കാണുന്ന, പക്ഷെ നമ്മളിപ്പം എന്തെങ്കിലും അവാർഡ് ഷോസ് അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ കോസ്റ്റ്യൂംസ് അധികം ആളും ശ്രദ്ധിക്കുന്നത്. നമുക്ക് വെറൈറ്റി കോസ്റ്റ്യൂംസ് ആണ് അധികം ഇടുന്നത്. ഇപ്പൊ അവാർഡ് ഷോസ് അല്ലെങ്കിൽ TV പ്രോഗ്രാംസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇനോഗ്രേഷൻ ഒക്കെ പോകുമ്പോൾ അന്നേരമുള്ള എല്ലാ ഡ്രസ്സിന്റെ ഡിസൈൻസും നമ്മുടെ ഡിസൈനേഴ്സിന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതും കളർ പറഞ്ഞു കൊടുക്കുന്നതും സെലക്ട് ചെയ്യുന്നതൊക്കെ ഞാനാണ്. നമുക്ക് എല്ലാ പ്രോഗ്രാംസിനും ഡിസൈൻ ചെയ്യുന്ന നമ്മുടെ തലശ്ശേരിയിലൊരു ലബാംബ ഗ്രൂം വെഡിങ് എന്നിട്ടൊരു സ്ഥലമാണ്. അവിടെ നിന്നാണ് ഞാൻ ഇടുന്ന എല്ലാ ഡ്രസ്സും 90% ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഞാൻ ഈ പിൻട്രസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ രൺവീർ സിംഗ്, അധികം രൺവീർ സിംഗ് ഒക്കെ ഇടുന്ന രൺവീർ സിംഗിന്റെ ഒരു ഫാനല്ലേ, രൺവീർ സിംഗിനെ പോലെ കാണാനുണ്ടെന്ന് എല്ലാരും പറയാറുണ്ട്. എനിക്ക് ഇവിടെ വരെ നല്ല ഭംഗിയുണ്ട്. ദീപിക പതുക്കോണ്ട് ചായ എവിടെയോ ഉണ്ട്. അയ്യോ അയ്യോ അല്ല ചായ ഉണ്ടോ കാപ്പി ഉണ്ടോന്ന് അറിയില്ല, രൺവീർ സിംഗ് ഉറപ്പാ. പക്ഷേങ്കിൽ നമ്മുടെ അവര് രണ്ടാളും പോകുന്ന ഒരു വൈബ്, പിന്നെ ഡ്രസ് സെൻസ് ഉണ്ടല്ലോ ഭയങ്കര വെറൈറ്റി ആണ്. ഇപ്പൊ ദീപികയുടെ ഒരു ഫോട്ടോഷൂട്ട് എല്ലാരും ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രസ്സിങ് അല്ല. എല്ലാരും ഇഷ്ടപ്പെടണമെന്നില്ല. ഒരു ക്രിയേറ്റീവായിട്ട് ഒരു ഡ്രസ്സ് ഇട്ടിട്ട് അത് ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടോ അത് മതി. ഞാൻ അതേ നോക്കാം. എല്ലാരും പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സാരി ആണെങ്കിലും ഇപ്പൊ കൊറേ യൂട്യൂബേഴ്സ് ഒരുമിച്ച് വന്നെന്ന് വിചാരിച്ചു, പക്ഷെ മീത്തയെണ്ണ കാണുമ്പോൾ പ്രത്യേകമായിട്ട് ആൾക്കാരൊന്ന് നോട്ട് ചെയ്യും അല്ലേ? അതിപ്പോ കോമാളികളായാലും ആൾക്കാർ നോട്ട് ചെയ്യും. എന്നുവെച്ചാൽ നമ്മളെ നമ്മളെ ആ കാര്യത്തില് ഏറ്റവും വലിയ ലക്ക് എന്താ, നിങ്ങൾ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് പുകഴ്ത്താനാണോ ആ കാര്യത്തില് നമ്മള് വലിയൊരു ലക്ക് ഉണ്ട്. എന്താ അറിയോ, ഞാൻ നേരത്തെ പറഞ്ഞ ലബാംബ തലശ്ശേരി നമുക്കെല്ലാം ഡിസൈൻ ചെയ്ത് തരും. അതേപോലെ മെറീന്റെ ഡ്രസ്സ് ഡിസൈൻ നമുക്കൊരു നമ്മുടെ ഡിസൈനറും ആണ് ഫ്രണ്ടും ആണ്, ആഷ് ക്രിയേഷൻ തലശ്ശേരി. വെഡിങ് സാരീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന. അപ്പൊ ഇവര് രണ്ടാളുമാണ് നമ്മളുടെ ഈ ഒരു കോസ്റ്റ്യൂമിന്റെ പിറകിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. എന്ത് പറയുന്നോ നമ്മളിപ്പോൾ ഡിസൈനൊക്കെ ചെക്ക് ചെയ്തിട്ട് അവർക്ക് കൊടുത്താൽ അവരത് ചെയ്തു തരും. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ഏതൊരു ഷോന് പോകുമ്പോഴും ആൾക്കാർ നോട്ട് ചെയ്യാറുണ്ട്. പിന്നെ കമന്റ്സിലൊക്കെ വരാറുണ്ട്, ഇവർക്ക് നോർമലായിട്ട് ഡ്രസ് ഇട്ടൂടെ, ഇതെന്തെന്നാ കാണിക്കലാണോ വലിയ സ്റ്റാർ ആയെന്നുള്ള വിചാരം. നമുക്കതല്ല ആക്ച്വലി. നമുക്കൊരു സ്റ്റാൻഡ് ഔട്ട്. ഞാൻ മിറീന്റെ അടുത്ത് എപ്പം പറയും സ്റ്റാൻഡ് ഔട്ട് ഇൻ ദ ക്രൗഡ് എന്ന് ഞാൻ പറയും. പക്ഷെ അത് എല്ലാരും പറയാൻ തന്നെ കാരണം നിങ്ങളെ ശ്രദ്ധിക്കുന്നോണ്ടാണല്ലോ രണ്ടുപേരെയും. അതെ, അല്ല നമ്മളിപ്പം ഒക്കേഷണലി ഡ്രസ്സ് ചെയ്യാന്നുള്ളതല്ലേ. നമുക്ക് ഈ ഒരു അവസരം ചിലപ്പം എല്ലാ സ്ഥലത്തും നമുക്ക് അങ്ങനത്തെ ഡ്രസ്സുകൾ ഇട്ട് പോകാൻ പറ്റില്ല. അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഏത് ഒക്കേഷൻ ആണോ അതനുസരിച്ചിട്ട്. ഇപ്പൊ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമ്മള് സാരിയും നല്ല കുർത്തയും മുണ്ടൊക്കെ ഇട്ടിട്ടാവുക. അവാർഡിന് പോകുമ്പം നമുക്ക് ലുങ്കിയും പനിയും ഇട്ടിട്ട് ചില ആൾക്കാർക്ക് അതും ഒരു വെറൈറ്റി ആയി പോയി. പക്ഷെ നമുക്കത് പറ്റാറില്ല. അത് കെയറി ചെയ്യുന്ന പോലെ. അപ്പോ ഡ്രസ് സെലക്ട് ചെയ്യുന്ന മിത്തേട്ടന്റെ ഡ്രസ് സെലക്ട് ചെയ്യുന്ന ചേച്ചിയാണോ? അയ്യോ അല്ല, മിത്തേട്ടൻ തന്നെയാ. മിത്തേട്ടനെയും സെലക്ട് ചെയ്യാം, എന്റെയും സെലക്ട് ചെയ്യാം. അല്ലേ മിത്തേട്ട? മോന്റെയോ മിലിയോന്റെയോ കാര്യങ്ങളെല്ലാം രണ്ടുപേരും ആരാ അതിൽ കൂടുതലായിട്ട് നോക്കുന്ന അമ്മ എന്ന നിലയിൽ? എനിക്ക് പേടിയാണ് ആ കാര്യത്തില്. അഥവാ ഞാൻ എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ട്, മിരി അപ്പാടെ മറ്റേ നാഗവല്യ നേരത്തെ വിളിക്കുന്നുണ്ടല്ലേ, അത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള വിളിയല്ലേ. അതിന്റെ പല വേർഷൻസ് ഉണ്ട്. പക്ഷേ ഇല്ലേ മിത്തേട്ടാന്നുള്ള വിളി കേൾക്കാൻ നല്ല രസം. ഒന്ന് അത് വിളിക്കോ, ഒരു നല്ല എങ്ങനെ നാഗവല്യാണോ അല്ലെങ്കിൽ രണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് മിത്തേട്ടാ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വിളിയാണ്. ഇങ്ങോട്ട് എന്തെങ്കിലും ഒന്ന് നിങ്ങൾ പറ, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ എന്തെങ്കിലും. മിത്വാട്ടാന്ന് വിളിച്ച ഞാൻ എന്നാ മിരി. പിന്നെ 5 പ്രാവശ്യം വിളിക്കണം മിത്തേട്ടാ മിത്തേട്ടാ. ഇത് ഒരാളെ വിളിച്ചു കഴിഞ്ഞാല് ഒരു ഗ്യാപ്പ് അവിടെ കൊടുക്കണം, നമ്മള് റെസ്പോണ്ട് ചെയ്ത് കേൾക്കേണ്ടത്. ഇല്ല മിത്തേട്ടാ അങ്ങനെ കേൾക്കോ? നാഗവല്ലിന്റെ വിളി 5 പ്രാവശ്യം വിളിച്ച 5ാമത്തെ പ്രാവശ്യം ഞാൻ ആ ഒരു വേർഷനിൽ എടുക്കും. മിത്തേട്ടാ അതൊന്നല്ല അതിന് ഇന്നും വെറൈറ്റി ആ കണ്ണ് ഉണ്ടാവില്ല. ഡാൻസ് കളിക്കോ? അല്ല കണ്ണിങ്ങനെ ഇല്ല പഠിച്ചിട്ടില്ല. പക്ഷേ റീൽസിലൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട്. അത് ഒരു 30 സെക്കൻഡിന് ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടിച്ച് ഒപ്പിക്കും, എന്നിട്ട് പഠിക്കും.
രണ്ടുപേരും അധികം ഡാൻസ് കളിക്കില്ല അല്ലേ? മിത്തോട്ട് സകല കലാവല്ലഭൻ രണ്ടുപേരും കളിക്കുന്ന കുറവല്ലേ? നമ്മള് ഡാൻസ് കളിക്കുന്നത് ആൾക്കാർക്ക് ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. നമ്മുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കണ്ണൂർ സ്ലാങ്ങും നമ്മുടെ ചളി കോമഡിയും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ജോണർ അതാണല്ലോ. അപ്പൊ നമ്മുടെ ഈ സോഷ്യൽ മീഡിയന്റെ പ്രശ്നം അതാണ്, നമുക്ക് എല്ലാം ക്ലബ് ചെയ്തിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനൊരു അൽഗോരിതം ഉണ്ടല്ലോ. അപ്പൊ നമ്മള് കോമഡി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കായിരിക്കും നമ്മുടെ വീഡിയോസ് എപ്പോ റെക്കമെൻഡിൽ പോവാ. അവർക്ക് പെട്ടെന്ന് ഒരു ഡാൻസ് വന്നു കഴിഞ്ഞാൽ അവര് എപ്പോ സ്കിപ്പ് ചെയ്യും. അപ്പൊ നമ്മളുടെ ജോണർ മാറും, പിന്നെ നമ്മുടെ റീച്ച് കുറയും. അതുകൊണ്ടാണ് ഡാൻസ് കളിക്കുന്ന ആൾ എപ്പോഴും ഡാൻസ് കളിക്കും, അതറിയുന്ന ആൾക്കാരെ. ഇപ്പൊ കോമഡി ഓൺ വോയിസ് ചെയ്യണമെങ്കിൽ ഓൺ വോയിസ് മാത്രം ചെയ്യാം. നമുക്ക് ഇൻസ്റ്റയിലൊക്കെ റീച്ച് അങ്ങനെ വേണമെങ്കിൽ ഇതൊരു സീക്രട്ട് ആണ്, അതിങ്ങനെ കൊണ്ടുപോകണം. പിന്നെ മെറീന്റെ അക്കൗണ്ടിൽ ചിലപ്പം അവള് ഡാൻസ് ഒക്കെ ഇടുന്നത് കൊണ്ട് ആളുടെ കൂടെ 2 സ്റ്റെപ്പ് ഒക്കെ ഇടും. ഏറ്റവും കൂടുതൽ എനിക്ക് സത്യം പറയാലോ കോമഡി ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലേ മെറീന്റെ. മീത്തന്റെ എന്താടാ കോമഡി പ്രശ്നം? ഒരു പ്രത്യേക നമുക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ കണ്ടന്റ് എല്ലാം മിത്തോട്ട് കണ്ടന്റ് ക്രിയേറ്റർ, കണ്ടന്റ് കിങ് അല്ലേ? നമ്മള് ഞാൻ ഇഷ്ടമല്ലെന്നല്ല പറഞ്ഞിട്ട്, എന്നുവെച്ചാ നമുക്കൊരു പൊടിക്ക് കൂടുതൽ മിത്തുവേട്ടൻ തന്നെ പറഞ്ഞിട്ടില്ലേ ചേച്ചിയാണ് സിനിമയിലൊക്കെ കാണാൻ ആഗ്രഹം വരും, അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. സിനിമയിൽ അഭിനയിച്ചു, അതറിയില്ലേ? ഇപ്പൊ റിലീസ് ആയതേ ഉള്ളൂ. അതേതാ സിനിമ? ഈ കുട്ടി ഒന്നും പഠിക്കാണ്ടാ വന്നിരിക്കുന്നത്. ഓടിക്കില്ലട്ടാ. അല്ല ഇത്രയും ശബ്ദം ഞാൻ ഉണ്ടാക്കി. ഇനിയിപ്പോ സിനിമ ഏതാണ്, മിരി അഭിനയിച്ച എന്താണെന്ന് ചിലപ്പോ നിങ്ങൾ എന്നെ ഓടിക്കും. അതെ അതെ. പക്ഷെ എനിക്ക് അത് ഭയങ്കര മിരിന്റെ ഡ്രീം ആയിരുന്നു കേട്ടോ. മിരിന്റെ ഡ്രീം സിനിമ അങ്ങനെയല്ല. സിനിമയില് ഒന്ന് വിജയ് സേതുപതിന്റെ കൂടെ നായികയായിട്ട് അഭിനയിക്കണമെന്നല്ല, അഭിനയിക്കണം. പിന്നെ മലയാളത്തിൽ വിനീത് ശ്രീനിവാസന്റെ കൂടെ ആ ചേട്ടൻ്റെ കൂടെ. അത് എനിക്ക് എന്റെ 2 സ്വപ്നമായിരുന്നു. അങ്ങനെ അങ്ങനെ പറ്റിയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു സീന്. പക്ഷെ വിനീത് ശ്രീനിവാസന്റെ ആ ഫിലിമിൽ എന്നെ അന്ന് യാദൃശ്ചികമായിട്ടൊരു കോള് വന്നു. അപ്പൊ ഞാൻ മിത്തിട്ട് എനിക്കിത് പോയേ പറ്റുള്ളത്. ഇവിടെ തന്നെ ആയിരുന്നു ഷൂട്ട്, കണ്ണൂർ തന്നെ ആയിരുന്നു. അപ്പൊ അവിടെ പോയി ആ ഒരു 5 സെക്കൻഡോ 6 സെക്കൻഡോ ഉള്ളൂ അതിൽ. പക്ഷെ വിനീത് ശ്രീനിവാസിന്റെ കൂടെ ആ ഡയലോഗ് പറയാൻ പറ്റി. അഭിനയിച്ചു. അപ്പൊ അത് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ചിലത് പറയല്ലോ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തു എന്നൊക്കെ. ഞാൻ ശരിക്കും മാനിഫെസ്റ്റ് ചെയ്യില്ല, പക്ഷെ അത് എന്റെ ഡ്രീമിൽ ഇങ്ങനെ വന്നു പോവാറുണ്ടായൊരു കാര്യമായിരുന്നു. പക്ഷെ അത് സംഭവിച്ചപ്പോ ഭയങ്കര ഹാപ്പിയായി. ഇനി ഒരാളും കൂടി ബാക്കിയുണ്ട്. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിജയ് സേതുപതിനെ. എനിക്ക് ഇങ്ങനെ പറയുമ്പോ ഇഷ്ടാവില്ല. നമ്മളായിട്ട് അങ്ങനെ പറഞ്ഞു നോക്കട്ടെ. എനിക്കിപ്പം ഏതെങ്കിലും ആക്ട്രസിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ നമ്മള്? അങ്ങനെയൊന്നുമില്ല. മിത്തോട്ടിന് ദീപിക പദുക്കോനെ ഭയങ്കര ഇഷ്ടമാണ്, ആലിയ ഭട്ടിനെ ഇഷ്ടമാണ്. എനിക്ക് ദീപിക പദുക്കോനെ ഇഷ്ടം, ഹണി റോസിനെ ഇഷ്ടം, ആലിയ ഭട്ടിനെ ഇഷ്ടം. പിന്നെ ഏതാ മലയാളത്തില് മഞ്ജു വാര്യർ ഇഷ്ടം. ഐശ്വര്യലക്ഷ്മി, അനശ്വര. എനിക്ക് അങ്ങനെയില്ല. ദീപികനെ ഞാൻ മലയാള സിനിമ കാണല് ആക്ച്വലി കുറവാണ്. അത് ഇഷ്ടമല്ലാത്തോണ്ടല്ല, അല്ല മിത്തോട്ടൻ അതുകൊണ്ടല്ല. എനിക്ക് പൊതുവെ മിത്തോട്ടൻ കാണുന്ന കുറവാണ്. ആ 2.5 hours ടിവിന് മുമ്പിൽ ഇരിക്കുന്ന തന്നെ മിത്തോട്ടൻ എനിക്കറിയില്ല. ചില ആൾക്ക് സ്റ്റോറിയിൽ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആണ്. ഞാൻ അങ്ങനെയാണ്, ഞാൻ എല്ലാ സിനിമ ഇരുന്ന് കാണുന്ന ഒരാളാണ്. മിത്തോട്ടൻ അങ്ങനെയല്ല. മിത്തോട്ടൻ പകുതിക്ക് ഫോണ്, ഇൻസ്റ്റഗ്രാമോ, എന്റെ റീച്ച് പറഞ്ഞ് അങ്ങനെയൊക്കെയാണ്. അല്ല ഞാൻ പുറത്തുള്ള സമയത്തൊക്കെ കൂടുതൽ എൻ്റെ ഫ്രണ്ട്സുമാരൊക്കെ നോർത്ത് ഇന്ത്യൻസാണ്. അപ്പൊ കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത് ഹിന്ദി സിനിമയായിരുന്നു. അപ്പൊ അതിനോടൊരു ഇഷ്ടം കൂടുതൽ. പിന്നെ നാട്ടിൽ വന്നേരം എല്ലാവരും പോകുമ്പോൾ മലയാള സിനിമ കാണും. എനിക്ക് അങ്ങനെ പെർട്ടിക്കുലർ ഇന്നേ നടി ഇന്നേ നടനെ ഇഷ്ടം. നല്ല രീതിയിൽ ഏത് മൂവി വന്നാലും എനിക്ക് അവരിഷ്ടം, ആ ക്യാരക്ടറിനെ നല്ലോണം ഇഷ്ടപ്പെടും. അങ്ങനെയില്ല, അത് ആരായാലും. ഇപ്പൊ അനശ്വരനെ ആയാലും ഇപ്പം നമ്മൾ റീസെന്റ് കണ്ടൊരു പടം ഏതായിരുന്നു, രേഖാചിത്രത്തില് എനിക്ക് ആ ലുക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി. എല്ലാവരും ഇഷ്ടമാണ്. നസ്രിയന്റെ നമ്മുടെ എനിക്കൊരു തമിഴ് മൂവിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നസ്രിയന്റെ ആക്ടിങ്. നസ്രിയ മരിക്കുന്ന ഒരു മൂവി ഉണ്ടായിരുന്നു,
അത് ഭയങ്കര ഇമോഷണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സിനിമയായിരുന്നു. ആക്ട് ഞാൻ ചോദിക്കട്ടെ, എന്താ വിജയ് സേതുപതിയെ അത്രയും എല്ലാരും പറഞ്ഞു സൂര്യ വിജയ് അങ്ങനെയൊന്നുമില്ല. പക്ഷെ വിജയ് സേതുപതിയെ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ എന്താണ് നാച്ചുറൽ ആക്ടിങ് ഭയങ്കര നമ്മള് വിജയ് സേതുപതിന്റെ സീനൊക്കെ കാണുമ്പം ശരിക്കും ഇങ്ങനെ ഹാർട്ട് ടച്ചിങ് ആയിട്ട് വരും. കുറേ സീൻസ്, അത് ലവ് സീൻ ആയാലും ഇനി സങ്കടമായാലും വില്ലൻ കഥാപാത്രം ആയാലും കൂടി. വിജയ് സേതുപതി വില്ലനായി വന്ന സിനിമയിൽ പോലും എനിക്ക് അയ്യോ വിജയ് സേതുപതിനെ കൊല്ലല്ലേ അങ്ങനെയൊക്കെ ആയിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പൊ വിജയ് സേതുപതി എല്ലാവരോടും ഭയങ്കര സ്നേഹം. അപ്പൊ ഇത് റീച്ച് ആയ ഉറപ്പായാലും സിനിമ കിട്ടിയിരിക്കും. അങ്ങനെ നമുക്ക് നേരിട്ടൊന്ന് കണ്ടാൽ മതി, അത്രേ ഉള്ളൂ. അതെ, എന്താ വെച്ചില്ലേ, ഒരാഗ്രഹം നടന്നില്ലേ? ഓള് ആഗ്രഹിക്കുന്നൊക്കെ സംഭവിക്കും. ഓളെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു അറിയോ? എന്നെ കിട്ടുവാന്നുള്ളത്. അതെ, ഇടയ്ക്കിങ്ങനെ പറയുന്നത് ഞാൻ കേട്ട് മിത്തോട്ടെ, ഞാൻ ഇങ്ങനെ ആഗ്രഹം, എനിക്ക് ഇങ്ങനെ ഒരു ഇങ്ങനത്തെ ലുക്കുള്ള ഒരു ചെക്കൻ, ഇങ്ങനെ ഒരു ഇതാക്കുന്നതൊക്കെ, അതൊക്കെ എപ്പോഴെങ്കിലല്ലേ വരുള്ളൂ. കാരണം ഇത് നമ്മുടെ മുമ്പിൽ പറഞ്ഞ പിന്നെ ഇവർ തീർന്നില്ലേ, ബെസ്റ്റ് ആണ് കിട്ടിയെന്ന് പറഞ്ഞാൽ. അതൊക്കെ എപ്പോഴും ഏതെങ്കിലും ഒരു മൊമെന്റിൽ നമ്മുടെ മൈൻഡിൽ വന്ന കാര്യമായിരിക്കും. നമ്മൾ അത് പിന്നെ ചിന്തിക്കുന്നേ ഇല്ല. ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ബാംഗ്ലൂരിലുള്ള സമയത്ത് ഒരു ഇന്റർവ്യൂവിന് പോയപ്പം നെക്സ്റ്റ് ഒരു നോർത്ത് ഇന്ത്യൻ ആരോ ഇരിക്കാം, മുടിയൊക്കെ ഇങ്ങനെ ശരിക്കും ഒരു ബോളിവുഡ് ഹീറോനെ പോലെ ഒരാൾ. അപ്പം ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എന്തായാലും ഇങ്ങനത്തെ ചെക്കനൊന്നും കല്യാണം കഴിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലുള്ള നാട്ടിലെ ആള് മോശം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ അങ്ങനെ ഒരു കാണാനൊക്കെ നാടൻ സ്റ്റൈലുള്ള അങ്ങനെയൊക്കെ ആയിരിക്കും, ഫ്രീക്കൻ അല്ലാത്ത ഒരാളായിരിക്കും എന്തായാലും ഞാനൊക്കെ കഴിക്കാം. ഇങ്ങനെയൊക്കെ കഴിക്കാൻ ചിലപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നു. അപ്പം പിന്നെ കുറേ കഴിഞ്ഞ് നമ്മൾ കല്യാണം കഴിഞ്ഞ് നമ്മളിങ്ങനെ കാറിൽ പോകുമ്പോൾ ഞാൻ വന്നിട്ട് കേട്ടാ കുറേ മുന്നേ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നു, ദൈവന്റെ പ്രാർത്ഥന കേട്ടല്ലേ. അപ്പൊ അത് പക്ഷേ കല്യാണത്തിന് പെണ്ണ് കാണാൻ പോയപ്പോ എന്നെ റിജക്ട് ചെയ്തു. എന്ത് പറഞ്ഞാ ഇങ്ങനത്തെ ഫ്രീക്കാണെന്നല്ല ഞാൻ ലൈഫിൽ ആലോചിക്കുന്നത്. ഞാൻ നല്ല നാടൻ മുണ്ടും ഷർട്ടൊക്കെ ഇട്ട നാടൻ ലുക്കില് പാവ ആളെയാണ് ഭർത്താവായിട്ടുണ്ട്. നിങ്ങളെ പോലത്തെ ക്ലബിലും പബ്ബിലും ഒക്കെ പോയി മുളറും കളറടിച്ചിട്ട് നാളെ വേണ്ട. അതന്നെ. പിന്നെ വീട്ടുകാർ ആദ്യം പ്രപ്പോസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ചെക്കനെ കാണാൻ പോകുമ്പോ എന്നെ ഇഷ്ടപ്പെടരുതെന്ന് വിചാരിച്ചു പോയി. ലാസ്റ്റ് വീട്ടുകാർ റിജക്ട് ചെയ്തപ്പോ നിങ്ങൾ പ്രണയമല്ല ഇഷ്ടമായി അല്ല, എന്നാലും പിന്നെ ഒരു ഇഷ്ടമായി. അതെങ്ങനെയായിരുന്നു ആ സ്റ്റോറി? ഒരുപാട് പറഞ്ഞു, കൊറേ ആളടുത്ത് പറഞ്ഞു നമ്മള് പ്രേക്ഷകർ. അത് അങ്ങനെയല്ല സ്റ്റോറി. ആക്ച്വലി മിത്തേട്ടൻ ഫസ്റ്റ് ആ ഒരു ലുക്ക് ഞാൻ ഫോട്ടോസ് ഒക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അങ്ങനെ ഫ്രീക്കനായിട്ടുള്ള ഒരാളുടെ മൈൻഡിലുള്ള ഒരു കുട്ടി കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും, അതേപോലെ തന്നെ മൈൻഡ് സെറ്റുള്ള ഒരു കുട്ടിയായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ എനിക്ക് എന്തായാലും അങ്ങനെ ആവാൻ പറ്റില്ല, കാരണം ഞാൻ ആ ഒരു സ്റ്റൈലിൽ നടക്കുന്ന ഒരാളല്ലായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു വെറുതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, ഇത് ഇവിടെ തന്നെ ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞ രീതിയിലാണ് ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു നിങ്ങള് എന്റെ മൈൻഡിലുള്ള ആളല്ല, യു ആർ നോട്ട് ദ പേഴ്സൺ ഐ ആം ലുക്കിംഗ് ഫോർ എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഇത് വെറുതെ മീറ്റ് ചെയ്തിട്ട് നമ്മൾ ടൈം കളയണ്ടല്ലോ, നമുക്ക് മീറ്റ് ചെയ്യണം. അപ്പൊ ആക്കത് ഭയങ്കര കണ്ട സത്യായിട്ടാ. ആ മെസ്സേജ് കിട്ടിയപ്പം ഞാൻ അപ്പം ഭയങ്കര അത്ര എന്നാ നിന്നെ കെട്ടിയിട്ടേ ബാക്കി കാര്യമുള്ളൂ. അന്നേരം മൈൻഡിൽ അവിടെ ഇങ്ങനെ വാശിയല്ല, ഇത് എന്നെ കാണാണ്ടാണ് ഈ ജഡ്ജ്മെന്റൽ മുഴുവനും. സ്വതവേയുള്ള ആൾക്കാർക്കുള്ള ഒരു ഇതാണല്ലോ, നമ്മൾ എന്തെങ്കിലും ഫോട്ടോ കാണാൻ അല്ലെങ്കിൽ ആൾക്കാർ പറഞ്ഞു കേട്ടാൽ നമ്മൾ ഭയങ്കര ജഡ്ജ്മെന്റിലാണ്. അതായിരുന്നു അതും. അതൊക്കെ പിന്നെ ലേറ്റർ ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ എന്റെ സിസ്റ്ററിനെ വിളിച്ചു പറഞ്ഞു ഇത് എന്ത് പെൺകുട്ടിയാ, നമ്മളെ കണ്ടതും കൂടിയില്ല, അപ്പോഴത്തേക്ക് പറയണത് നിങ്ങളൊന്നല്ല ഞാൻ വിചാരിക്കുന്ന പോലത്തെ എന്റെ സങ്കല്പ ഭർത്താവ് നിങ്ങളല്ല, ആ ഒരു ലുക്കില്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല, ഞാൻ നാടൻ ആളെയാ വേണ്ട, ഇത് ഭയങ്കര ഫ്രീക്കനായി പോയെന്നൊക്കെ. ഞാൻ പറഞ്ഞു അവളോട് പറയും മര്യാദക്ക് വന്നിട്ട് കാണാൻ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എല്ലാം ഒപ്പിച്ച് വെച്ച. കാരണം 4 മണിക്ക് അല്ലേ, 4-5 മണിക്ക് കാണാന്ന് പറഞ്ഞിട്ട് ഒരു 3:30-4 മണിക്ക് ഞാൻ എല്ലാം റെഡി, ഞാൻ ഓഫീസിൽ നിന്ന് എന്നെ റെഡിയാ. അപ്പൊ ഓഫീസിലുള്ള കംപ്ലീറ്റ് ആൾക്കാർ അറിഞ്ഞു ഞാൻ പെണ്ണ് കാണാൻ പോണ. എല്ലാം നോർത്ത് ഇന്ത്യൻസ് ആണ്.
അതെ, അത് കുറച്ച് ഈഗോ അടിച്ചു. കാരണം അവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പെണ്ണ് കാണാൻ പോവാണ്. ഞാൻ മറ്റേ കരൺ ജോഹർ മൂവിയിലുള്ള നായകനെ പോലെ വലിയ കോട്ട് സൂട്ടെല്ലാം ഇട്ട് ഒരു ബൊക്കെയൊക്കെ വാങ്ങി ചോക്ലേറ്റ് എല്ലാം വാങ്ങിച്ച് ഫുൾ മുടിയൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക. അന്നേരം മെസ്സേജ് വരുന്നത് നാണക്കേടുമല്ലേ. അവിടെ ഞാൻ പറഞ്ഞു അവളോട് പറയും വന്ന് കാണാൻ, എന്നിട്ട് ബാക്കിയുള്ള പിന്നെ തീരുമാനിക്കാം. അങ്ങനെ ഇവര് വിളിച്ച് പറയുമ്പോ ബ്ലോക്ക് ചെയ്തു. ആ മെസ്സേജ് അയച്ചു ടപ്പേൻ ബ്ലോക്ക്. ബ്ലോക്ക് ചെയ്ത് എന്നിട്ട് എന്റെ അനിയത്തിനെ വിളിച്ചു പറഞ്ഞു. അനിയത്തിയാണ് എന്തായാലും നിങ്ങളൊന്ന് പോയി കണ്ടോ, പിന്നത്തെ കാര്യമല്ലേ. അങ്ങനെ അൺബ്ലോക്ക് ചെയ്ത് എന്നിട്ട് ഇവള് വിളിച്ചു പറഞ്ഞു ഓക്കെ വന്നിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഞാൻ പോയി കണ്ടു. അവിടുന്ന് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് പിന്നെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു. പിന്നെ നമ്മളത് സ്കിപ്പ് ചെയ്തു. എനിക്ക് ഞാൻ വിചാരിച്ചു ഇവിടെ കാണാനാ ഞാൻ വന്ന് വലിയ ജാട ഇട്ടത്, ഇത് വലിയ സംഭവം ഒന്നുമല്ല. അത് ഞാൻ റിജക്ട് ചെയ്ത് എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അതിന്റെ അമ്മക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ. അമ്മ പറഞ്ഞ് എനക്ക് ആ മോളെ തന്നെ മതി, നല്ല കുട്ടിയാന്ന് നീ വിചാരിക്കുന്നല്ലേ. നമുക്ക് എന്താ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട് ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ പറയുന്നത്, മണ്ണും പെണ്ണും എന്താണ് എനിക്കറിയില്ല, മണ്ണും പെണ്ണും ഉരച്ചു കഴിഞ്ഞാൽ നന്നാവും, അങ്ങനെ എന്തോ ഇല്ലേ കണ്ണൂരിൽ പറയുന്നത്. മണ്ണും ചാരുന്ന പെണ്ണും കൊണ്ടുപോയി അത് വേറെ മണ്ണും പെണ്ണും അങ്ങനെ എന്തോ ഒരു ഡയലോഗ് ഇല്ലേ, ഒരു പഴഞ്ചൊല്ല്, നന്നാക്കിയ നന്നാവാത്ത മണ്ണും ഇല്ല പെണ്ണും ഇല്ല. അതന്നെ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഒരു ട്രൈ ഒന്നും കൂടി നോക്കാം. അങ്ങനെ എന്റെ ഫ്രണ്ടിനെയും കൂട്ടി വീണ്ടും പോയി, വീണ്ടും കണ്ടു. അന്നത്തെ ഫോട്ടോയിൽ കാണുമ്പോൾ കുറേ മുടി ഉണ്ടായിരുന്നു. എനിക്കതൊരു ഒരു വീക്ക്നെസ് ആയിരുന്നു. അപ്പൊ പിന്നെ ഇവള് വരുന്ന സമയത്ത് മുടി മുറിച്ചു, ഇത്രയേ ഉള്ളൂ. പിന്നെ അന്നേരം നല്ല മുടിയായിരുന്നു, കുറച്ചും കൂടി തിക്കായിട്ടുള്ള കേളി ഹെയർ. ഇപ്പൊ ഇത് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തോ, കേളി ഹെയർ ഒക്കെ ആയിരുന്നു. എന്നിട്ട് പിന്നെയും കണ്ടു. പിന്നെ കണ്ടപ്പോ എന്റെ ഫ്രണ്ട് പറഞ്ഞു കുഴപ്പമില്ലടാ, നിന്റെ അമ്മ പറഞ്ഞതുപോലെ നമുക്കൊന്ന് മിനിക്ക് എടുത്താൽ മതി. അപ്പൊ നമ്മള് ഓക്കെ സെറ്റ് വെല്ലനെ മൂവ് ആകാൻ തുടങ്ങി. പിന്നെ നമ്മള് 2-3 പ്രാവശ്യം കണ്ടു. വീട്ടിൽ വിളിച്ച് പറയുമ്പോഴത്തേക്കതാ ഇവളുടെ അച്ഛൻ പറയുന്നു നമുക്ക് ഇൻട്രസ്റ്റഡ് അല്ല. വലിയ കഥയാ. പിന്നെ നമ്മള് നാട്ടിൽ വന്ന് ഇവളുടെ അച്ഛൻ്റെ ഇവളോട് പറഞ്ഞു വീട്ടിൽ പോയിട്ട് സംസാരിക്കുന്നു. ഇവർക്ക് ചെറിയൊരു ഇൻഫാക്ച്വേഷൻ, ലവ് അല്ല ഒരു ഇൻഫാക്ച്വേഷൻ. ഭയങ്കര ഗോസിപ്പായിരുന്നു. ബാംഗ്ലൂരിലെല്ലാം വർക്ക് ചെയ്യുന്നവര് പറയും. പിന്നെ അവിടെ ബാംഗ്ലൂരിൽ എറണാകുളത്തായാലും പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ അവിടെ വേറെ അതെ ഇന്ന സ്ഥലത്ത് ആവണം എന്നില്ല, ആൾക്കാര് പറയുന്ന ആൾക്കാര് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിപ്പം ഇപ്പൊ പറഞ്ഞ പോലെ കൊച്ചിയിലുള്ള പിള്ളമാരായാലും അങ്ങനെയാണോ? കൊച്ചിയിൽ എത്ര ആൾക്കാർ ഒരു 10% വളരെ മോശമാണ് പറയുന്നത്. ഒരു ഡയലോഗ് അവിടെ ഒന്നും കൊച്ചിയിലെ പഠിക്കാൻ വന്ന പെൺപിള്ളേരൊന്നും പ്രശ്നമില്ല, ഇങ്ങനെയൊക്കെ എന്നോട് തന്നെ പറഞ്ഞ ആൾക്കാരുണ്ട്. അങ്ങനെയാണോ? രീതിയിൽ പെൺപിള്ളേരെയും പറയുന്നുണ്ട്. ബാംഗ്ലൂർ ആണെങ്കിലും അങ്ങനെ തന്നെ പറയേണ്ട ആളാ പറഞ്ഞ എല്ലാവരും പറയില്ലേ. അങ്ങനെ പറയുമ്പോ ഭയങ്കര വിഷമം തോന്നി. ഇങ്ങനെ അവിടെ വേറെ ഇല്ല, നമുക്ക് നമ്മുടെ ഒരു ട്രസ്റ്റ് ഉണ്ടാവില്ല. എന്താ എനിക്ക് നമുക്കിപ്പോ നാട്ടിൽ എല്ലാവരോടും പോയിട്ട് ഞാൻ അങ്ങനെയല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് എഴുതി വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ വീട്ടുകാർക്ക് എന്നെ കുറിച്ച് അറിയാം, പരിസരത്തുള്ള ആൾക്കാർക്ക് തന്നെ അറിയാം. പരിസരത്തുള്ള ആൾക്കാരെയും വിട്ടേക്ക്. അമ്മ അച്ഛന് നിങ്ങളുടെ മോളൊരു ട്രസ്റ്റ് ഉണ്ടോ, അത് ബ്രേക്ക് ചെയ്യാണ്ടിരിക്കുക. അവർക്കുള്ള റെസ്പെക്റ്റും വാല്യൂം നമ്മൾ കൊടുക്കുക. അവർ പറയുന്ന പോലെ കേൾക്കുക, അത്രയേ ഉള്ളൂ. എൻ്റെ അമ്മക്ക് എന്നെ കുറിച്ച് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, എൻ്റെ പപ്പക്കും ഉണ്ടായിരുന്നു. അപ്പം ആൾക്കാർ ഇങ്ങനെ ഇവളുടെ വീട്ടിൽ പോയിട്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ കല്യാണം മുടക്കിയത് ഉണ്ടാവുമല്ലോ എന്തായാലും. അപ്പം ഇങ്ങനെ അവന് ഓൾറെഡി കല്യാണം കഴിച്ച് കുട്ടിയുണ്ട്, ഭാര്യയുണ്ടെന്ന് എന്തൊക്കെയാണ് പറഞ്ഞത്. അതൊക്കെ കേട്ടപ്പോൾ ഞാൻ 2 പെൺകുട്ടികളെ കണ്ടിട്ടുള്ളൂ. ഒന്ന് മിരിയും, ഒന്ന് വേറൊരു കുട്ടിയാണ്, മിരി രണ്ടാമത്തത്. അത് ഓക്കെ. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഷോക്കായി. ശരിക്കും നമ്മൾ സിനിമയിലൊക്കെ അല്ലേ ഇങ്ങനെ കാണുന്നത്. പിന്നെ ആൾക്കാർ സ്വന്തം ലൈഫിൽ ഇങ്ങനെ കല്യാണം മുടക്കി വന്നിട്ട് അമ്മക്ക് മെന്റലാണ്, അമ്മ ഭയങ്കര വീരശൂര പരാക്രമിയാണ് എന്നൊക്കെ പറഞ്ഞത്. അതിപ്പോ നമ്മുടെ വീഡിയോയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ മിറിക്ക് ഇങ്ങനെ ചോറ് വാരിക്ക് കൊടുക്കുന്നതൊക്കെ കാണുമ്പോൾ ആൾക്കാർ ആക്ച്വലി മിറി ഈ വീഡിയോയിൽ കാണുന്നതിന് പോലെയല്ല, ആൾക്കാരൊക്കെ വെറുതെ പോക്കി പറയുന്നതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ കെയർ ചെയ്യുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ മിറി അമ്മേനെ കെയർ ചെയ്യുന്നുണ്ട്. അമ്മ അങ്ങനെയാ. അമ്മ മെറീനെ കെയർ ചെയ്യുന്ന കണ്ടാ വിചാരിക്കും ഇവര് അമ്മ പെറ്റിട്ടത് തന്നെയാന്നാ വിചാരിക്കുക. സത്യമാണ് അത്. ഞാൻ എപ്പം മെറീനോട് നീ ഭയങ്കര ലക്കിയായ പെൺകുട്ടിയാണ്. കാരണം അങ്ങനത്തെ അമ്മേനെ കിട്ടുക എന്ന് പറയുന്നത് ഇതാണ്. അതേപോലെ മെറീനെ പോലത്തെ ഒരു മരുമോളെ കിട്ടുക എന്ന് പറയുന്നതും
ഒരു ഭാഗ്യമാണ്. അതെ അതെ. അല്ല അവര് ഭയങ്കര ബോണ്ടിങ് കേട്ടോ എല്ലാ കാര്യത്തിലും. എന്നിട്ട് ഇതൊക്കെ അച്ഛനോട് പറഞ്ഞ് എല്ലാം പിന്നെ അച്ഛന്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ ഒരു ചേട്ടൻ പറഞ്ഞു, നോക്ക് പിള്ളേർ രണ്ടും ബാംഗ്ലൂരാണ്, ഇനി നിങ്ങൾ ഈ കടം പിടുത്തെല്ലാം പിടിച്ച് നിന്നിട്ട് പിന്നെ കെട്ടിച്ചു കൊടുക്കുന്നെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരാണ്. ഈ നാട്ടിലെ ഡയലോഗ്. അവരവിടെ നിന്ന് പിന്നെ അവർ രജിസ്റ്ററും ചെയ്ത് ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി. എന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് അച്ഛൻ ഇങ്ങനെ ശൂലം കുറ്റി പോലെ തറച്ചു. അച്ഛൻ നമ്മൾ പോരെ വെള്ളോട് വെച്ച് നിങ്ങൾ തമ്മിൽ അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടോന്നല്ലോ. ഇല്ല അത് പക്ഷെ പറഞ്ഞത് വളരെ മോശമായി പോയി. അതുകൊണ്ടാ നീ ഇപ്പൊ ഇങ്ങനെ അടുത്തിരിക്കുന്നത്. അത് അവസാനത്തെ ഒരു അടവായിരുന്നു, 18ാമത്തേത്. അതുകൊണ്ട് മിലിയോനെ പ്രസവിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അല്ലെങ്കിൽ നീ മിലിയോനെ പ്രസവിക്കില്ലല്ലോ അല്ലേ? എന്തിനാ ഈ ചളി അടിക്കല്ലേന്നാ പറയുന്നത്. പക്ഷെ അത് കാര്യമില്ലല്ലേ, നിങ്ങൾ രണ്ടുപേരും കൂടി ആയതുകൊണ്ടല്ലേ മിലിയോ വന്നത്. അതെ, നിങ്ങൾ രണ്ടുപേരും കൂടി ആയതുകൊണ്ടല്ലേ ഡയലോഗിന്റെ അടുത്ത് വരുന്ന ആക്ഷൻ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോ, മുദ്ര ശ്രദ്ധിക്കണം. രണ്ടുപേരും അതല്ലേ ഞാൻ പറഞ്ഞു മനസ്സിലായി, രണ്ടുപേരും ആയതുകൊണ്ടല്ലേ മിലിയോ ഉണ്ടായത്. എന്തുകൊണ്ട്? സോറി ഓവറാക്കുന്നത്. അല്ല അങ്ങനെയല്ല, അത് ഇത് കുഴപ്പമില്ലെന്ന് ഞാൻ അങ്ങനെയല്ല. ഇത് രണ്ടുപേരും ആയോണ്ടല്ലേ മിലിമോൻ. അയ്യോ അടുത്ത ക്വസ്റ്റ്യൻ. എന്താ പറയാ, നിങ്ങൾ ആ മീറ്റ് മിരി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബ്രാൻഡിൽ തന്നെയാണ് അന്ന് മുതൽ ഇത് തുടങ്ങിയപ്പോ മുതൽ അറിയപ്പെടുന്നത്. മിഥുനേട്ടനും ഋതുഷ രണ്ടുപേരും ഇപ്പൊ ആൾക്കാർ മറന്നുപോയി. സത്യം പറഞ്ഞാൽ എനിക്കും ആ പേര് മിഥുൻ എന്നുള്ള ആ പേര് മാത്രമേ. ഓക്കെ എന്നാ മിത്തുവേട്ടൻ മിത്തുവേട്ടൻ വിളിക്കാനാണ്. വേണ്ട, നീ വിളിക്കണ്ട. അപ്പൊ ഈ ബ്രാൻഡ് ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പൊ അതിൽ എത്രത്തോളം സ്ട്രഗിൾ ഉണ്ടായിരുന്നു ഇങ്ങനെ അതൊന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട്? ഇങ്ങനെ ഒരു ജേർണി ഉണ്ടല്ലോ നിങ്ങളുടെ. ആ സ്ട്രഗിളൊക്കെ ആക്ച്വലി പറയുകയാണെങ്കിൽ ഇന്ന് മീത്ത് മേറി ഉണ്ടെങ്കിൽ, ഇന്ന് ആരെങ്കിലും നമ്മൾ അറിയപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാം സ്ട്രഗിൾ ചെയ്തത് 80% മിത്തായിട്ടാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ജോബ് ചെയ്യുമ്പോൾ ആ ജോബിൽ കൺസിസ്റ്റൻ്റായി നിൽക്കുമല്ലോ. നമുക്ക് എല്ലാ മാസവും സാലറി വേണം. അപ്പോൾ നമ്മൾ എത്ര സ്ട്രഗിൾ ഉണ്ടായാലും ഇൻകത്തിന് വേണ്ടി നമ്മൾ ആ ജോബ് ചെയ്തുകൊണ്ടേയിരിക്കും. സോഷ്യൽ മീഡിയ അങ്ങനെ തന്നെയാണ്, നമ്മൾ ഇൻകത്തിന് വേണ്ടി തന്നെയാണ് ഇത് ചെയ്യുന്നത്. പ്ലസ് നമുക്കൊരു പാഷൻ കൂടെ ഉണ്ട് അതിൻ്റെ കൂടെ. ഇതുപോലെ നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളതുകൊണ്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ രണ്ടാള് ജോബ് വിട്ടു. എൻ്റെ വിട്ടിട്ട് 2 years ആയി. ഇതുവരെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ രണ്ടും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ജോബ് വിട്ടു. അപ്പൊ നമ്മളുടെ ഇൻകം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ മാത്രമാണ്. അപ്പൊ അതിൽ കൺസിസ്റ്റന്റ് ആയി നിന്നേ പറ്റുള്ളൂ. അപ്പോൾ സ്ട്രഗിൾ എടുത്തേ പറ്റുള്ളൂ. നെഗറ്റീവ് കമൻസ് വരും, ചിലപ്പോൾ നമ്മൾ റീച്ച് ഡൗൺ ആവും. ചിലപ്പോൾ വീഡിയോ എടുക്കുന്നത് നമ്മൾ ചിലപ്പോൾ ഒരു 5 hours 6 hours ഒക്കെ കൂടിയിട്ടായിരിക്കും. ലഞ്ച് സ്കിപ്പ് ചെയ്യും, ഡിന്നർ സ്കിപ്പ് ചെയ്തിട്ടൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യും. പിന്നെ വീഡിയോ എടുക്കും, എന്തൊക്കെ ചെയ്യാറുണ്ട്. ആ സ്ട്രഗിളില് നല്ലൊരു ബ്രേക്ക് തന്ന ആൾക്കാരാണ് മറുനാടൻ മലയാളി. ജീവിതത്തിൽ നമുക്ക് മറക്കാൻ പറ്റൂല. പക്ഷെ മറുനാടനാണോ? മറുനാടനാ. എനിക്ക് ഓർമ്മയുണ്ട് ഏറ്റവും ആദ്യത്തെ ആർട്ടിക്കിൾസ് വന്നത് എന്തിനും കണ്ണൂർ ദമ്പതികളുടെ ഫോട്ടോഷൂട്ട്. അല്ല ദമ്പതിയല്ല, പ്രീ വെഡിങ് ഷൂട്ട് വിവാദമായിരിക്കുന്നു. 2 വർഷമായിട്ട് ആ ഹെഡിങ് ആണ്. ആ ഒരു നിങ്ങൾ അറിഞ്ഞാൽ ഞെട്ടും, നിങ്ങൾ സ്ഥിരം സാധനം കണ്ടാൽ ഞെട്ടും, തൊട്ടാൽ പൊട്ടും. മനോഹരിതമായ പശ്ചാത്തലത്തിൽ പറഞ്ഞിട്ട് ഒരു ഭയങ്കര സാധനം. അതായിരുന്നു ആദ്യത്തെ നമ്മളുടെ ഒരു വൈറൽ ഫോട്ടോഷൂട്ടും. നമ്മൾ വൈറലാക്കിയതല്ല, നിങ്ങളൊക്കെ കൂടി വൈറലാക്കി തന്നു. താങ്ക് യു. അല്ല നിങ്ങളല്ല, മറുനാടൻ ഇട്ടേ പിന്നെയാണ് പിന്നെ എല്ലാ നാടന്മാരും ഇട്ടത്. അയ്യോ, ഇത്രയും നെഗറ്റീവ് കമന്റ്സ് കണ്ട പോസ്റ്റ് വീഡിയോ ഇല്ല നമ്മളുടെ ആക്ച്വലി. കാരണം ഫേസ്ബുക്ക്. പക്ഷെ അന്നേരത്ത് നിങ്ങളോടല്ല ഭയങ്കര ദേഷ്യം. പക്ഷെ പിന്നില്ലേ എനിക്ക് താങ്ക്സ് പറയാനാ തോന്നിയേ. അങ്ങനെ ഇട്ടപ്പോ ആക്ച്വലി നിങ്ങളുടെ ഹെഡിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോ ആൾക്കാർ ആയിരിക്കും എന്തോ തുറന്നു നോക്കി അതിലൊന്നുമില്ല. പക്ഷെ അതൊരു വലിയ ബ്രേക്ക് ആയിരുന്നു. ഇപ്പൊ നമുക്കൊരു വലിയൊരു
വലിയൊരു മൂവി ഒക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാരുടെ ബ്രേക്ക് കിട്ടിയത്. നമ്മൾ ആക്ച്വലി ശകുന്തള എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോഷൂട്ട് ചെയ്തായിരുന്നു. അതിന് മുന്നേ അല്ലേ ചെയ്തത്? അത് ഭയങ്കര വൈറലായിരുന്നു. അന്നേരം മറുനാടൻ അത് കണ്ട് അത് വഴി പോയിട്ടില്ല. ആ വഴി പോകാൻ ആൾക്ക് വഴി മനസ്സിലായില്ല അങ്ങനത്തെ ഒന്നും ആരും കാണില്ല കേട്ടോ. പക്ഷെ അത് കുറെ ആർട്ടിക്കിൾസിലും ടൈംസ് ഓഫ് ഇന്ത്യയിലൊക്കെ വന്നായിരുന്നു കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു നമ്മൾ ഈ ഒരു ഷൂട്ട് ചെയ്യുന്നത്. അതെ, ബ്ലാങ്കറ്റ് പൊതച്ചതായി പോയി ഏറ്റവും വലിയ പ്രശ്നം. അതിന്റെ ഉള്ളിലൊന്നും അത് ജഡ്ജ്മെന്റൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. പക്ഷേങ്കിൽ നമ്മൾ അതിന്റെ വീഡിയോ ഇട്ടായിരുന്നു, അതിന്റെ ബിഹൈൻഡ് ദ സീൻ നമ്മൾ ഇട്ടായിരുന്നു. അപ്പൊ അതൊരു ഓഫ് ഷോൾഡർ ഡ്രസ്സാണ്, ഇങ്ങനെയുള്ള ഡ്രസ്സാണ്. ശരീരത്തിന് ഒരു ഭാഗം അതിൽ കാണില്ല, ഈ ഷോൾഡർ മാത്രമേ കാണുള്ളൂ. അപ്പൊ ബ്ലാങ്കറ്റ് ഇടുമ്പം ആൾക്കാർ വെച്ചോ ഈ നമ്മുടെ ധർമ്മടം ബീച്ചാണ്, അത് തിരക്കില്ല, അവിടെ അങ്ങനെ ഷൂട്ട് നടക്കില്ല, ഉപയോഗിച്ചാൽ മതിയല്ലോ. പക്ഷേ മറുനാടൻ അത് ഇട്ടത് കൊണ്ട് ആദ്യം കുറച്ച് നമുക്കൊരു വിഷമം ഉണ്ടായെങ്കിലും അതിനുശേഷം പിന്നെ കുറച്ച് ചാനലിൽ അങ്ങനെ തന്നെ വന്നു. പിന്നെ വന്നൊക്കെ പോസിറ്റീവ് ആയിരുന്നു. പിന്നെ നമുക്ക് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വരെ വന്നു അത്. തിരി കൊളുത്തി തന്നത്, കത്തിച്ചത് നിങ്ങളായിരുന്നു. പിന്നെ അത് ആളി പടർന്നു. പക്ഷെ ആ ഒരു സമയത്താണ് ഇപ്പൊ നമ്മൾ എന്ത് കണ്ടന്റ് ചെയ്താലും എന്റെ ഫാമിലി എല്ലാത്തിനും നമ്മുടെ സപ്പോർട്ടാണ്. അങ്ങനെ എന്തുകൊണ്ട് അത് ചെയ്തു, ഇങ്ങനെ ചെയ്തു, അതെന്തിനാ അവിടെ പോയി, അത് ഒന്നും ഒരു ക്വസ്റ്റ്യനും ചെയ്യില്ല. അവർക്ക് നമ്മളോട് ട്രസ്റ്റ്. പക്ഷെ മിറിന്റെ ഫാമിലി അത് കുറച്ച് കൺസർവേറ്റീവ് ആണ്. പിന്നെ അപ്പം അവർ സാധാരണ നാട്ടും പുറത്ത് തന്നെ ഉള്ള. അപ്പൊ എൻ്റെ അച്ഛനമ്മി പറഞ്ഞ പോലെ സർക്കസിൽ ലോകം മുഴുവൻ ചുറ്റിയ ആളാണ്. അമ്മ കുറേ കൺട്രീസ് പോയിട്ടുണ്ട്. അപ്പൊ ആ കൾച്ചറൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇപ്പം അല്ലേ ആൾക്കാർ ബിക്കിനി എന്നൊക്കെ പറയുന്നത്. ആക്ച്വലി സർക്കസിലെ പണ്ടത്തെ ഒരു ഡ്രസ്സിങ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ഫ്ലൈങ് ട്രപ്പീസ് ഒക്കെ കളിക്കുമ്പം അവര് ബോഡി സ്റ്റോക്കിങ്സ് ഇട്ടിട്ട് അതിന്റെ മുകളിൽ ബിക്കിനി പോലത്തെ ഒരു കോസ്റ്റ്യൂമാണ് ഇടുന്നത്. അപ്പം അമ്മക്ക് അങ്ങനത്തെ മിറി ഇന്ന ഇടാൻ പാടില്ല, ഈ സാരി ഉടുക്കാൻ പാടുള്ളൂ, അങ്ങനെ ഇതുവരെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. അമ്മ പറയും മോളിട്ടോ, മോള് കംഫർട്ടബിൾ ആണ്, മോളിട്ടോന്ന്. പക്ഷെ മിറിന്റെ അച്ഛനമ്മ എന്ന് പറഞ്ഞാൽ സാധാ അമ്മ ബീഡി പണിയെടുക്കുന്നത്, നമ്മുടെ കണ്ണൂർക്കാരുടെ ഏറ്റവും വലിയൊരു ദിനേശ് ബീഡിയിൽ പണിയെടുക്കുന്നത്, അച്ഛൻ കൂലിപ്പണിയാണ്. ഇപ്പോഴും രണ്ടുപേരും സെയിം ജോലി എടുക്കും. എൻ്റെ പപ്പയും സർക്കസിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു നമ്മുടെ മറുനാടൻ ചേട്ടന്റെ ഗിഫ്റ്റ് കിട്ടിയപ്പം നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, നമ്മുടെ ഉയർച്ചയിലൊന്നും വന്നിട്ട് അപ്രീഷിയേറ്റ് ചെയ്യില്ല. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ കുറെ ആള് ഈ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അച്ഛനെ അയച്ചു കൊടുത്ത് ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നത് അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനെ ഭയങ്കരമായിട്ട് പറഞ്ഞു. അപ്പോൾ മിറീനെ വിളിച്ചിട്ട് ഞാനിത് കണ്ടു, ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ട് ഞാൻ മിറീനോട് പറഞ്ഞു. മിറി പെട്ടെന്ന് ഡൗൺ ആയിപ്പോ, ഭയങ്കര നെഗറ്റീവ് ഒക്കെ ഒന്ന് ഇതാകും. അപ്പം എനിക്കറിയാം അത് മിറീൻ്റെ. അതുകൊണ്ട് ഞാൻ മെല്ലനെ പറയാണ്ട് വെച്ചതാ. പക്ഷെ ഇവിടെ അറിഞ്ഞു, ഇവിടെ ഫ്രണ്ട് ആരോ വിളിച്ചു പറഞ്ഞു. പിന്നെ അച്ഛൻ വിളിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അപ്പം അത് കാരണം നമ്മൾ അങ്ങനത്തെ കാര്യത്തിലൊന്നും അച്ഛൻ അങ്ങനെ ഇടപെടാത്ത ഒരാളാണ്. ഞാൻ തീർച്ചയായും മെറീൻ്റെ കണ്ണൊക്കെ ചോന്ന് ഫുള്ള് കണ്ണൊക്കെ വെള്ളം നിറഞ്ഞ് എനിക്ക് തോന്നി ഇത് കയ്യിൽ ഇങ്ങനെ പണി പാളീന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ചോദിച്ചു എന്താ പറ്റിയേ? അപ്പം അച്ഛൻ ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് ടെൻഷനാണ്, അങ്ങനെ ഇങ്ങനെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിർത്തി കളയാൻ ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ അത് കേട്ടപ്പോൾ എനിക്ക് ആകെ ഷോക്കായി. എന്താ ചെയ്യേണ്ടതെന്നല്ല. ഞാൻ ഇപ്പം മെറീൻ്റെ ഒരു ബ്രദറുണ്ട്, കസിൻ, അവരൊക്കെ നല്ല സപ്പോർട്ടാണ്. അവരെ വിളിച്ചു പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ അവിടെ പോയിട്ട് ഞാൻ സംസാരിക്കാം, ഞാൻ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കാൻ. ഞാൻ വിളിച്ചു, അച്ഛാ നിങ്ങൾ എന്താ പറ്റിയേ? അല്ല ആൾക്കാർ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ ഫോട്ടോ കണ്ടോ, ഷൂട്ട് കണ്ടോ? ഇല്ല, ആൾക്കാർ മെസ്സേജ് കമൻസ് മാത്രമാണ് അയച്ചു കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു അച്ഛൻ ആദ്യം ഒന്ന് ഫോട്ടോ ഷൂട്ട് നോക്ക്, എന്നിട്ടെന്താ അപ്പം അത് കണ്ടു, ഇതിലൊന്നും ഇല്ലാലോ. ഞാൻ പറഞ്ഞ ഇതിലൊന്നും ഇല്ലാത്തതാണ് ആൾക്കാർക്ക് പ്രശ്നമായി പോയത്. പിന്നെ ഇവളുടെ അനിയനും പോയിട്ട് അവിടെ ഇങ്ങനെ സംസാരിച്ചൊക്കെ സെറ്റ് ചെയ്ത് തരാം. അച്ഛൻ അന്ന് ക്വസ്റ്റ്യൻ ചോദിച്ച മാത്രമല്ല, അന്ന് തൊട്ട് ഇതുവരെ ഇങ്ങനെ ചെയ്തു, എന്ത് വീഡിയോ ആണ്, അതെ അവരെല്ലാ വീഡിയോസും കാണും. വളരെ കുറവാണ് എന്നാലും വരും. പക്ഷെ മിറിന്റെ അമ്മക്ക് ഇഷ്ടമാണ്, അപ്പൊ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അച്ഛന് കുറച്ച് മടിയും നാണോ ഒക്കെ ഉള്ള ആളാണ്. അതെ. പിന്നെ അമ്മ വീഡിയോസ് ഒക്കെ കാണും, ചോദിക്കും, പറയും. അവര് TV ഒക്കെ പ്രോഗ്രാം വന്ന് ഇരുന്ന് കാണും. എല്ലാ സപ്പോർട്ടും സ്നേഹം എല്ലാം ഉണ്ട്. പക്ഷെ ഒന്നും നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനെയൊന്നുമില്ല. പിന്നെ നമ്മൾ അങ്ങനത്തെ
വീട്ടുകാർക്ക് തലകുണിച്ച് നടക്കാൻ പാകത്തിനുള്ള കാര്യങ്ങളൊന്നും നമ്മളും ചെയ്യുകയില്ല, ചെയ്തിട്ടുമില്ല, ഇനി ചെയ്യുകയില്ല. മീറ്റ് മീരിക്ക് ഒരുപാട് വിശേഷങ്ങൾ ഇനിയും നമ്മളോട് പറയാനുണ്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഇനിയും കിടക്കാം. ഒരുപാട് ഫണ്ണൊക്കെ ആയിട്ട് നമുക്ക് അങ്ങ് അടിച്ചു പൊളിക്കാം അല്ലേ? അപ്പം അതങ്ങ് കളഞ്ഞ്, പക്ഷെ എത്ര നമ്മൾ സ്ട്രോങ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഇപ്പം മില്യോന്റെ കാര്യത്തിലൊക്കെ ചില ആൾക്കാർ പറഞ്ഞു ഈ കുട്ടി എന്നെ മരിച്ചിട്ടില്ലേ, ഇതെന്താ ചാവാത്തെന്നൊക്കെ, അങ്ങനെ അതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് വിനീത് മെരിയുടെ വരുമാനം കണ്ടാൽ നിങ്ങൾ ഞെട്ടും. എനിക്കത് നീ അങ്ങ് പൊളിച്ചടാ, എന്ത് എക്സ്പ്രഷനാ നിന്റെ മുഖത്ത്, ഞാൻ കണ്ണെടുത്തില്ല. ഞാൻ എങ്ങനെ നോക്ക? അതെങ്ങനെ ഇപ്പൊ എനിക്ക് മനസ്സിലാവാ? അവന്റെ സ്വന്താണോ? അവൻ ഗൂഗിൾ ഇത് കട്ട് ചെയ്യരുത്, ഇത് ഇടണം. ഇവിടെ മണ്ടത്തരത്തൊക്കെ ആ സ്റ്റാഫിനൊക്കെ ന്യൂഡ് ഈ ബിസിനസ് പേജാന്ന് കണ്ടാൽ അറിയാം. ഈ ന്യൂഡ് പിക്ചേഴ്സ് ഇപ്പൊ 1 ടൈം അയക്കുന്ന പിക്ചേഴ്സ് ഉണ്ടല്ലോ,